നമ്മൾ ഇന്ന് പറയുന്നത് ഫോൺ വിളി മര്യാദകളെ കുറിച്ചാണ്. ഫോൺ വിളിക്കുമ്പോൾ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. നമ്മൾ എങ്ങനെ ഒരാളെ ഫോൺ വിളിക്കുന്നത്? നമ്മൾ ഒരാളെ ഫോൺ വിളിക്കുന്നു, അപ്പോൾ അയാൾ ഫോൺ എടുത്തു ഹലോ എന്ന് മറുതലയ്ക്കൽ ചോദിക്കുമ്പോൾ നമ്മൾ എന്തു പറയും? ഹലോ ഹലോ, ഒന്നുകിൽ പറയും നമസ്കാരം, അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്, ഇത് ഏതെങ്കിലും പറഞ്ഞ് അഭിസംബോധന ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കാര്യത്തിലേക്ക് കടക്കുന്നത്. ഒരു കാര്യം ഞാൻ പറഞ്ഞു, സ്വത്തെ ശ്രദ്ധിക്കണം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ വീട്ടിലുള്ളവരെ വിളിക്കുമ്പോൾ പാലിക്കണമെന്നില്ല കേട്ടോ. ഇത് അന്യരായ ഒരാളെ കോൾ ചെയ്യുമ്പോൾ പാലിക്കേണ്ട മര്യാദകളാണ് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ആരെയും എപ്പോഴും കോൾ ചെയ്യാൻ പാടില്ല കേട്ടോ. എപ്പോഴും ഒരാളെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും? ബന്ധങ്ങൾ ഉലയാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ അയാൾ എന്ത് ചെയ്യും? ഫോൺ എടുത്തിട്ട് നമ്മളെ ചീത്ത പറയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും ആരെയും ഫോൺ വിളിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഒരാളെ 2 തവണ കോൾ ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാമത് 2 തവണ കോൾ ചെയ്തു, അയാൾ എടുത്തില്ല എങ്കിൽ ഉടനെ അന്നേരം കോൾ ചെയ്യാൻ പാടില്ല കേട്ടോ. പിന്നീട് അല്പസമയം കഴിഞ്ഞോ കോൾ ചെയ്യുക കേട്ടോ. ഉടനെ കോൾ ചെയ്ത് പിന്നെ ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ കഴിഞ്ഞതിന് ശേഷം കോൾ ചെയ്യുക, അല്ലെങ്കിൽ അയാൾ ഇങ്ങോട്ട് വിളിക്കും കേട്ടോ. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇത് ഫോൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇത് ഞാൻ വീണ്ടും നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ നിങ്ങൾ വീട്ടിലുള്ളവരെ വിളിക്കുമ്പോൾ ഈ മര്യാദകൾ പാലിക്കണമെന്നില്ല. ഇപ്പോൾ ഹസ്ബൻഡ് വൈഫിനെ വിളിക്കുമ്പോഴോ, അല്ലെങ്കിൽ വൈഫ് ഹസ്ബൻഡിനെ വിളിക്കുന്നതിനോ, അല്ലെങ്കിൽ അച്ഛൻ മകളെ വിളിക്കുന്നതിനോ, മകൾ അച്ഛനെ വിളിക്കുന്നതിനോ, അല്ലെങ്കിൽ അമ്മ മകനെ വിളിക്കുന്നതിനോ, മകൻ അമ്മയെ വിളിക്കുന്നതിനോ ഒന്നും ഈ കാര്യം ബാധകമല്ല കേട്ടോ. ഈ അന്യരായ ഒരാളെ വിളിക്കുമ്പോൾ നമ്മൾ ഈ മര്യാദകൾ പാലിക്കണം. ഇല്ലെങ്കിലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ബന്ധങ്ങൾ ഉലയാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ നമ്മൾ കഴിവതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അന്യരായ ഒരാളിനെയാണെങ്കിൽ രാത്രി 8 മണിക്ക് ശേഷം കഴിവതും കോൾ ചെയ്യുന്നത് ഒഴിവാക്കുക. അന്യരായ ആളുകളെ, വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, അന്യരായ ആളുകളെ, കുടുംബത്തിനകത്തുള്ളവരെ കോൾ ചെയ്തതിൽ തെറ്റില്ല. അന്യരായ ഒരാളെ രാത്രി കോൾ ചെയ്തതിനെയും ചിലപ്പോൾ വഴക്കിടാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ 2 തവണ നമ്മൾ കോൾ ചെയ്തു, അയാൾ കോൾ എടുത്തില്ല എങ്കിൽ അയാൾക്ക് നമ്മളോട് എന്തില്ല കോൾ എടുത്തില്ല, പിന്നെ ഒരു ദിവസം കഴിഞ്ഞിട്ടും അയാൾ തിരിച്ചിങ്ങോട്ട് വിളിക്കുന്നില്ല എങ്കിൽ അയാൾക്ക് എന്തില്ല നമ്മുടെ കോൾ എടുക്കാൻ താല്പര്യമില്ല. അതുകൊണ്ടാണ് കേട്ടോ. ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്. അതുപോലെ തന്നെ എപ്പോഴും ആരെയും കോൾ ചെയ്യരുത്. കോൾ ചെയ്താൽ ചിലപ്പോൾ അയാൾ ഫോൺ ബ്ലോക്ക് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്.